സർ, ശക്തമായ മഴ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പ്രാഥമികമായി പുറത്തു വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഈ സംഭവങ്ങൾ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്? നമുക്ക് എത്ര പേർ അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നാണ് നിലവിലെ ഒരു വിവരം? നമ്മൾ കാണുന്നത് പത്തനംതിട്ട മുതൽ എറണാകുളത്തിൻ്റെ അതിർത്തി ഇടുക്കിയുടെ ബോർഡർ ആ ഒരു എൻ്റെ സ്ട്രെച്ചിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വരെ പ്രശ്നങ്ങൾ കാണുന്നത്. പത്തനംതിട്ടയിൽ വടശ്ശേരിക്കരയിൽ 302 മില്ലിമീറ്റർ മഴയാണ് 24 മണിക്കൂർ ആയിട്ടില്ല. ഈ 8 മണിക്ക് 24 മണിക്കൂർ ആവുള്ളൂ എൻ്റെ ഇടയിൽ പെയ്തത്. ലാഹയിൽ 260 മില്ലിമീറ്ററോളം മഴയുണ്ട്. അപ്പോൾ മഴ ശക്തമായിരുന്നു. നിങ്ങളെല്ലാവരും അത് പറഞ്ഞതുമാണ്, നല്ല ശക്തമായ മഴയുണ്ടാകും, എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ ജാഗ്രതയിലായിരുന്നു. പലരും നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ തന്നെ അത് പറയുന്നുണ്ട്, ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചിലരൊക്കെ മാറിയിരുന്നു എന്ന്. നമ്മൾക്ക് 2 പേര് മിസ്സിംഗ് ആണ് ഇടുക്കിയിൽ. പിന്നെ കോട്ടയത്ത് ഒരു പ്രദേശത്ത് ഒരു 100 മീറ്ററോളം മണ്ണ് വീണ് കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. അങ്ങോട്ട് മുഴുവൻ സന്നാഹങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി അവർ അവിടെ പരിശോധിക്കണം ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. മലയോര മേഖലയെ അത്ര പ്രശ്നങ്ങളില്ലാതിരുന്ന ഒരു മേഖലയിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അത് പൂഞ്ഞാർ തേക്കക്കരയിലാണ്. അത് അവിടെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് രാവിലെ കിട്ടുകയുള്ളൂ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ളത് ക്രോഡീകരിക്കുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പോൾ ജാഗ്രതയെ ഞങ്ങളുടെ സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ വഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എല്ലാവരിലേക്കും അത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരിലും എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെയും സൈറൺ ഊട്ടിംഗ് ഉണ്ടായിരുന്നു, ഓറഞ്ച് അലേർട്ടിൻ്റെ. നമ്മുടെ രാത്രി SMS-ലും നമ്മുടെ സചേത് ആപ്പ് അത് ഇട്ടിട്ടില്ലാത്തവരെല്ലാവരും അത് ഇടണം. അതിലൂടെ പ്രാദേശികമായുള്ള വിവരങ്ങൾ വരും. ആ സചേത് ആപ്പ്, കേന്ദ്ര ഗവൺമെൻറ് സചേത് ആപ്പിൽ കൂടെയും നമ്മൾ ഇന്നലെ രാത്രിയും സന്ദേശങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ സ്വയം ഒരു ജാഗ്രതയുടെ ഘടകമുണ്ട് ഇതിൽ. പ്രധാനമായും നമ്മൾ കാണുന്നത് ഈ തിട്ടകൾ ഇടിഞ്ഞ് വീണ പ്രശ്നങ്ങളാണ് പല സ്ഥലങ്ങളിലും. അപ്പം വീടിൻ്റെ പുറകിലുള്ള വലിയ തിട്ടയൊക്കെ ചിലപ്പം മറിഞ്ഞ് വീണിട്ടുണ്ടാകും. അത്തരം പ്രശ്നങ്ങളുണ്ട്. കാറ്റൊരു ബുദ്ധിമുട്ടാണ്. ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ട്. വലിയ മഴയാണ്. 302 മില്ലിമീറ്റർ മഴയാണ് ലാഹയിൽ. 24 മണിക്കൂർ ആയിട്ടില്ല. ഇവിടെ 302 എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്തും വെള്ളം. അപ്പോൾ നല്ല മഴ തന്നെയാണ് ഇന്നലെ പെയ്തിട്ടുള്ളത്. അതെ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ആ ബെൽറ്റാണ്. അപ്പം എറണാകുളത്തിൻ്റെ അതിര് തൊടുപുഴ വരെയുള്ള പ്രദേശങ്ങൾ. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ഒക്കെ വലിയ വെള്ളമുണ്ട്. ഗണ്യമായി പൊങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പെയ്ത മഴയുടെ വെള്ളം ഒരു അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ താഴേക്ക് എത്തും. അത് ആലപ്പുഴ ജില്ലയ്ക്ക് അറിയാം. കുട്ടനാട്, അപ്പർ കുട്ടനാട് ആ ബെൽറ്റ് മുഴുവൻ അവിടെ ഓൾറെഡി ആളുകൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ നമ്മളിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അത് മാറി റെഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ടോ? അത് ഞാൻ ഇപ്പോൾ പറയാൻ ആളല്ല. പക്ഷേ ഇന്ന് പൊതുവിൽ മഴ തെക്കോട്ട് കുറയും. ഇനി അടുത്ത മണിക്കൂറുകളിൽ കുറയുകയാണ് ചെയ്യുന്നത്. വെള്ളം ഇറങ്ങി തുടങ്ങി. അപ്പോൾ നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ അറിയാം, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴ കുറയുവാണ്. പക്ഷേ തീരത്ത് കുറച്ച് ബുദ്ധിമുട്ട് കാണും. വടക്കോട്ട് കാറ്റും ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ 50-60 കിലോമീറ്റർ വേഗതയൊക്കെ പറഞ്ഞിരുന്നു. പല സ്ഥലങ്ങളിലും ഉണ്ട് അതുപോലെ ശക്തമായ കാറ്റുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ ഏകദേശം ഒരു 8 മണി കഴിയുമ്പോൾ നമ്മൾ അറിയും. മുഴുവൻ കമ്പൈൽ ചെയ്ത് തന്നെ നിങ്ങൾക്കും ലഭിക്കും.